ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല നാടൻ രീതിയിലുള്ള ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യണത്. എളുപ്പത്തിൽ ചെയ്യാം. ചില പൊടിക്കൈകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബീഫ് കഴുകിയിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, കറിവേപ്പില. ബീഫ് കഴുകിയതിന് ശേഷം നന്നായിട്ട് വെള്ളം വാലാൻ വയ്ക്കണം കേട്ടോ. നന്നായിട്ട് അത്യാവശ്യം വെള്ളം വാർന്നതിന് ശേഷം മാത്രം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന ഈ സവാളയും ഈ കൂട്ടെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സവാള സ്ലൈസ് ചെയ്തെടുക്കണം കേട്ടോ. കുരുകുരാന്നിങ്ങനെ നുറുക്കിയെടുക്കരുത്. ഇനി ഇതിലേക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. പെപ്പർ പൗഡർ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ ഗരം മസാല പൗഡർ, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിയോ എരിവുള്ളത് ഏതുവെന്നും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് എന്തായാലും കുറച്ച് വേണ്ടി വരും. ഇനി കുറച്ച് മുഴുവൻ പെരിഞ്ചീരകവും കൂടി ചേർത്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല നന്നായിട്ട് പുരണ്ട് വരണം. നന്നായിട്ട് തിരുമ്മി കൈ വെച്ച് യോജിപ്പിച്ചതിന് ശേഷം ഒരു 1/4 ഗ്ലാസ്സിന് താഴെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരിത്തിരി വെള്ളം എന്തായാലും ഒഴിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം കുക്കർ അടച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കറിക്ക് ചെയ്യുന്ന പോലെ വേവിച്ചെടുക്കരുത്. അതായത് ഒരു ഹാഫ് കുക്കൊക്കെ വേവിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കി കഴിയുമ്പോൾ ഇതേപോലെ ഇത്തിരി ഗ്രേവിയോട് കൂടിയിട്ടായിരിക്കും ബീഫ് ഉണ്ടാവുന്നത്. ഇനി ഈ ബീഫ് ഈ ഗ്രേവിയിൽ തന്നെ കിടന്ന് ഫുള്ള് വറ്റി വരണം. അതുകൊണ്ട് പറഞ്ഞത് ആദ്യമേ തന്നെ കുക്ക് ചെയ്തെടുക്കരുത്. പിന്നീട് വറ്റി വരുന്ന സമയത്ത് ബീഫ് പൊടിഞ്ഞു പോകും. ഇനി ഇത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ ബീഫ് ഇങ്ങനെ നന്നായിട്ട് ബ്ലാക്ക് കളറിലെ ബീഫ് ഉണ്ടാക്കില്ലേ നമ്മൾ, കറുത്ത ബീഫ്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിട്ട് വരുള്ളൂ. പാനിലേക്ക് ഒഴിച്ച് അതിൻ്റെ ആ സ്റ്റോക്കോട് കൂടി ചെയ്തെടുക്കുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുക്കറിൽ തന്നെ കിടന്നിട്ട്, അല്ലെങ്കിൽ ഏതാ പാനിലാണെന്ന് വെച്ചാൽ കിടന്നിട്ട് വെള്ളം വറ്റി വരണം കേട്ടോ. ഇനി ഇതുപോലെ ചൂട് കട്ടിയുള്ള നല്ല സ്റ്റീൽ പാത്രം തന്നെ, അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടി ഉപയോഗിക്കാം. കട്ടി കുറഞ്ഞ പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. പെരിഞ്ചീരകവും കറിവേപ്പിലയും ഒരല്പം വെളിച്ചെണ്ണയിലൊന്ന് പൊട്ടിച്ചെടുക്കാം. നന്നായിട്ടൊരു മൂത്ത സ്മെല്ല് വരുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് ഇതുപോലെ സവാള നമുക്കിതുപോലെ അടർത്തിയിട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും സവാള ഒന്ന് എളുപ്പത്തിൽ കുക്കായി കിട്ടും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. സെപ്പറേറ്റ് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കുക. സവാളയുടെ മെഷർമെൻ്റ് ഒന്നും പ്രത്യേകിച്ച് പറയണില്ല കേട്ടോ. നമുക്ക് കുക്ക് ചെയ്ത് ബീഫിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്തായാലും കുറച്ച് ഉപ്പ് വേണ്ടി വരും. ഒരല്പം ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴന്ന് കളറ് ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല, എങ്കിലും ഒന്ന് റെഡിയായി വരട്ടെ. ബീഫ് ഇങ്ങനെ ഡാർക്ക് കളറിൽ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പരന്ന പാത്രത്തിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നതാണ്, വെള്ളം വറ്റിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അധികം വേവേമില്ല, വെള്ളം ഒന്ന് വറ്റി കിട്ടും. ഇതുപോലെ തേങ്ങ കൊത്ത് ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതുപോലെ തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങാപ്പീര അതുപോലെ വെന്ത് വന്നിട്ടുള്ള ബീഫും കൂടി ചേർത്തിട്ട് ആകെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. പെരിഞ്ചീരകത്തിൻ്റെയും കറിവേപ്പില മൂത്ത സ്മെല്ലും, പിന്നെ സവാള വഴണ്ട് വരുന്നതിനെ പോലെയല്ല, വാടി വരുമ്പോൾ അതിനും ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും. എല്ലാം കൂടി ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി പെപ്പർ പൗഡർ 2-3 സ്റ്റേജിലായിട്ട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അത് നമ്മളിങ്ങനെ ഓരോ മിക്സിങ് കഴിയുമ്പോഴേ നമുക്കറിയാൻ പറ്റുമല്ലോ, എരിവിനും കളറിനൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരിത്തിരി ഗരം മസാലയുടെ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ്. അപ്പോൾ അധികം എരിവില്ല, എന്നാൽ നല്ലൊരു കളറിൽ കിട്ടും. കുരുമുളകിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കൂടി നിൽക്കുന്നത്. പിന്നെ നമ്മളൊരല്പം എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ ഇഞ്ചിയിൽ നിന്നുള്ള എരിവും എല്ലാം കൂടി കിട്ടുമ്പോൾ ഒരു സ്പെഷ്യൽ നല്ലൊരു ടേസ്റ്റിൽ ആയി വരും.
അതുപോലെ വെളിച്ചെണ്ണ നമുക്ക് കുറവനുസരിച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഒന്നിച്ച് ആദ്യമേ ചേർക്കരുത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിടുക. എപ്പോഴും കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇടയ്ക്ക് മിക്സ് ചെയ്ത് നമ്മൾ കളർ ഇങ്ങനെ ചേഞ്ചായിട്ട് വരും. അതിനുശേഷം ഗ്യാസ് നമുക്ക് ഇതൊന്ന് ഓഫാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം വീണ്ടും നമ്മൾ ഫ്ലെയിം കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ബീഫിന് ഒരു നല്ല കളർ കിട്ടും, പെട്ടെന്ന് കളർ കിട്ടും. ഫ്ലെയിം കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലെയിമിൽ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ചെയ്യുമ്പോൾ കളറിൽ നല്ല വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരിത്തിരി ഇങ്ങനെ താഴ്ഭാഗത്തെ ഒട്ടിപ്പിടിക്കുന്ന ചട്ടിയിലാണ് നിങ്ങൾ വെച്ചിരിക്കുന്നതെങ്കിൽ കൂടിയും എല്ലാം കൂടി ഈ സമയത്ത് ഒന്ന് മിക്സ് ചെയ്തിടാം. അടി ചേർത്തിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. കട്ടിയുള്ള ഇതുപോലെ പാത്രങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയിലൊന്നും ഇങ്ങനെ അടിയിൽ പിടിക്കാതെ കിട്ടും. എങ്കിലും നമ്മൾ താഴ്ഭാഗം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇനിയത്തെ സ്റ്റെപ്പിൽ മൊരിയിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിപ്പോൾ നമ്മളുടെ വീട്ടിലിഷ്ടത്തിനനുസരിച്ച് ഈ കളറിൽ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. അതല്ല ചൂടായി വരുംതോറും ഇതിൻ്റെ കളറ് ചേഞ്ചായിട്ട് വരും. ഇനി ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഗീയാണ്. ഇത് ഓപ്ഷനിലാണ്, പക്ഷേ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുപോലെ ഒരിത്തിരി പെപ്പർ പൗഡറും ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറി ലീവ്സും കൂടി ചേർത്തിട്ട് വീണ്ടും ഇതിങ്ങനെ ചെറിയ തീയിൽ സിമ്മിലിട്ടതിന് ശേഷം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ എനിക്ക് വീഡിയോയിൽ കണ്ടിട്ട് അത്ര ഒരു കളറ് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ നല്ല ഡാർക്ക് കളറിൽ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ദൂരെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് ഈ രീതിയിൽ ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കമൻറ്റ്സ് അറിയിക്കുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്